ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ GDS ജേർണീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ GDS ആയി ജോയിൻ ചെയ്തിട്ട് 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് GDS ആയിട്ട് സെലക്ഷൻ കിട്ടിയത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജൂലൈയിൽ, അതായത് 2024 ജൂലൈയിലാണ് ഈ GDSനെ അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേയും 2 വട്ടം അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ജൂലൈയിൽ വന്നത് ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് അതിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് വന്നത്. അതായത് ഫസ്റ്റ് ലിസ്റ്റ് വന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് ലിസ്റ്റ് വന്നപ്പോൾ ആ സെക്കൻഡ് ലിസ്റ്റിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ ഫസ്റ്റ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കൂടെ വെച്ചിട്ടായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് വെരിഫിക്കേഷന് പോയി. അത് ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വെരിഫിക്കേഷന് പോയി, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതും സെക്കൻഡ് വെരിഫിക്കേഷന് വിളിച്ചു. അങ്ങനെ സെക്കൻഡ് വെരിഫിക്കേഷനും പോയി. അത് കഴിഞ്ഞ ശേഷം ട്രെയിനിങ്ങിൻ്റെ കാര്യം അവർ വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന ദിവസം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു. ട്രെയിനിങ്ങിൻ്റെ ആദ്യത്തെ 3 ദിവസം എന്ന് പറയുന്നത് ഒരു പ്രീ ഇൻഡക്ഷൻ ക്ലാസ് പോലെയാണ്. ആ 3 ദിവസം നമുക്ക് സാലറി ഇല്ല. പിന്നീടുള്ള 15 ദിവസമാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെയാണ് നമ്മുടെ ജോയിനിങ് ഡേറ്റ് ആയിട്ടും പറയുന്നത്. കാരണം നമുക്ക് ട്രെയിനിങ്ങിന് സാലറി ഉണ്ട്. അങ്ങനെ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മൾ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് എവിടെയാണോ കിട്ടിയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് അവിടെ നമ്മൾ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ട്രെയിനിങ് നടന്നത് ഡിവിഷണൽ ഓഫീസിലാണ്, അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ട്രെയിനിങ് നടക്കുന്നുണ്ടാവുക. രാവിലെ 9:30 തൊട്ട് ഒരു 3:30 വരെയൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. കുറേ പേരുടെ ഒരു ഡൗട്ടാണ് നമുക്ക് GDS ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. ഞാനും 2 വട്ടം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് 2 വട്ടവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 3-ാമത്തെ വട്ടം അപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഈ GDS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ ഏജ്, അതുപോലെ അവർക്ക് 10th കിട്ടിയിട്ടുള്ള മാർക്ക്, പിന്നെ ഓരോ പോസ്റ്റ് ഓഫീസിനും ചിലപ്പോൾ ഓരോ കാറ്റഗറി ആയിരിക്കും റിസർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ OBC, അതുപോലെ EWS, ചിലത് അൺറിസർവ്ഡ്, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ അതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാനും നമുക്കിപ്പോൾ ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രത്തോളം ആണോ അതുപോലെ തന്നെ കിട്ടാനുള്ള സാധ്യത ഇതിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 വട്ടം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 3-ാമത്തെ വട്ടമാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര കഷ്ടമാണ് ജോലി, അതുപോലെ സാലറി ഒട്ടുമില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് GDS വിളിക്കുന്നത് BPM, ABPM കാറ്റഗറിയിൽ പോസ്റ്റിലേക്കൊക്കെയാണ്. ഇപ്പോൾ ABPM എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. BPMന് ഓഫീസ് വർക്കായിരിക്കും, ABPMന് ലെറ്റർ കൊടുക്കാൻ പോകേണ്ടി വരും. പിന്നെ ഇതിൽ തന്നെ വേറെയും ഉണ്ട്, മെയിൽ പാക്കർ, അതുപോലെ തന്നെ മെയിൽ കാരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ഈ ABPMലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോസ്റ്റ് ഓഫീസും അതിൻ്റെ പരിധിയിൽ എത്ര സ്ഥലം വരുന്നുണ്ട്, എത്രത്തോളം ഏരിയ വരുന്നുണ്ട്, എത്ര ലെറ്റേഴ്സ് അവിടെ വരുന്നുണ്ട്, അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ജോലി കഷ്ടമാണോ അല്ലെങ്കിൽ എളുപ്പമാണോ എന്നുള്ളത്. ഒരുപാട് ലെറ്റേഴ്സൊന്നും ഇല്ലാത്ത ചെറിയ ഏരിയയുള്ള പോസ്റ്റ് ഓഫീസുകളുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് അധികം ഒരു 2 hours ജോലി തീർത്ത് പോകാൻ പറ്റുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് ലെറ്റേഴ്സ് വരുന്ന വലിയ ഏരിയയുള്ള പോസ്റ്റ് ഓഫീസുകളുണ്ട്. ചിലപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കഷ്ടമായിരിക്കും, എല്ലാവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കുറേ പേരൊക്കെ റിസൈൻ ചെയ്ത് പോകുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പെട്ടെന്ന് ജോലി തീർത്ത് പോകാൻ പറ്റുന്ന ആളുകളും ഈ ഒരു GDS കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉള്ള പോലെ തന്നെ ഇതിനും അങ്ങനെ തന്നെയാണ് ഉള്ളത്.